നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന ജോസഫ് നിത്യതയിലേക്ക് കർത്താവ് തിരികെ കൊണ്ടുപോയിട്ട് ഒരു വർഷം പൂർത്തിയാകുകയാണ്. ധന്യമായ ആ ജീവിതത്തിന് ആദരവ് അർപ്പിക്കുകയാണ് ഈ ചരമവാർഷികത്തിൽ. ജോസഫിന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹം കുമാരനെല്ലൂരിൽ സ്നേഹസേനയുടെ ഉത്തരവാദിത്വമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അവിടെ പോയി കാണുന്നതിനുള്ള കാരണം, ഞാൻ വടവാതൂർ സെമിനാരിയിൽ പഠിച്ചു, കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ. എൻ്റെ അമ്മ വീട് കടപ്ലാമറ്റമാണ്. കടപ്ലാമറ്റത്ത് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ അച്ഛനുണ്ട് ജോസഫ്, ഈ കുമാരനെല്ലൂരിൽ. ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, എഴുത്താണെങ്കിൽ എനിക്ക് അഡ്രസ്സൊക്കെ തന്നു. അങ്ങനെ ഞാൻ ജോസഫിന് അഡ്രസ്സ് എഴുതി. അപ്പോൾ കുമാരനെല്ലൂരിൽ കാണാനുള്ള ഒരു സൗകര്യവും സമയമെല്ലാം എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ ആദ്യമായിട്ട് അച്ഛനെ ഞാൻ 81 കുമാരനെല്ലൂരിൽ വെച്ച് അച്ഛനെ കാണുന്നത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ വർഷം വരെ മുമ്പ് വരെ വളരെ അടുത്ത സൗഹൃദവും സ്നേഹവും എല്ലാം എൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും, എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും ചേട്ടത്തിയും അനുജത്തിയും സഹോദരങ്ങളാണ്. എൻ്റെ അമ്മയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 100 വയസ്സാകുമായിരുന്നു. അപ്പോൾ ഇവർ ഏകദേശം ഒരു പ്രായമായിരുന്നു. 87ാമത്തെ വയസ്സിൽ അമ്മച്ചി മരിച്ചു. അപ്പോൾ ഏകദേശം ഒരു പ്രായമായിരുന്നതുകൊണ്ട് അമ്മയായിട്ട് അവർക്ക് ഒരുമിച്ച് വീട്ടിൽ പോവുകയും കാണുകയും ചെയ്യുമ്പോൾ വളരെയധികം അടുത്ത സൗഹൃദം എപ്പോഴും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ജോസഫിന് ആ പരിചയപ്പെട്ട നാള് വലിയൊരു അങ്ങനെ ദൂരെയൊക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ സൗഹൃദത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എപ്പോൾ വിളിക്കുകയും വരികയും കാണുകയും ചെയ്യുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ കുറയാത്ത സമുദ്രമെന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെ ഒരു കുറയാത്ത സമുദ്രം തന്നെയായിരുന്നു ജോസഫിനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിഷ്കളങ്കമായ ഒരു ഹൃദയമായിരുന്നു ജോസഫ് ഉണ്ടായിരുന്നത്. എത്രയോ നിഷ്കളങ്ക ഭാവത്തോടുകൂടിയാണ് അച്ഛൻ സംസാരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ആ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അടുത്ത ഇടപെടിയപ്പോൾ എനിക്ക് എപ്പോഴും തന്നെ തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ എപ്പോഴും നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്നു, ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നു, സഭയെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറിച്ച് സംസാരിക്കുക. മനോഹരമായിരുന്നു ആ സംഭാഷണങ്ങൾ എല്ലാം എന്ന് ഓർക്കുകയാണ് ഇപ്പോൾ ഈ 1ാം ചരമവാർഷികത്തിൽ. നമ്മൾ കണ്ടുകൊണ്ടുമ്പോൾ സ്വന്തം സുഖം അല്ലെങ്കിൽ സ്വന്തം ജോലികൾ അതിനെക്കുറിച്ച് അച്ഛൻ ഒന്നും തന്നെ സംസാരിക്കാറില്ല. പകരം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിച്ച് നമ്മെ സന്തോഷിപ്പിക്കുക. അതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അത് നമുക്ക് നമ്മുടെ കാര്യമാണെന്ന് എപ്പോഴും ഓർക്കുക. എന്നാൽ ജോസഫിന് അങ്ങനെ ആയിരുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജോസഫിന് എപ്പോഴും അന്വേഷിക്കുമായിരുന്നു. നല്ല ഒരു ജ്ഞാനഗുരു എന്ന നിലയിലും മറ്റ് മേഖലകളിലും എല്ലാം തന്നെ ജോസഫ് സുദൃഢമായ ശുശ്രൂഷകൾ, ഒരു നൂറ്റാണ്ട് നീളുന്ന വലിയ ശുശ്രൂഷകൾ ജോസഫ് തീർത്തിട്ടാണ് തിരികെ നിത്യതയിലേക്ക് പിതാവായ ദൈവം വിളിച്ചുകൊണ്ട് പോയത്. നമുക്ക് നന്ദിയോട് കൃതജ്ഞതയോടുകൂടി നോക്കാം. ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്ന വലിയൊരു ഭാഗ്യം ജോസഫിന് പ്രത്യേകമായിട്ട് നൽകിയത്. പൗരോഹിത്യ ജീവിതം പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ്. ആ നിത്യതയിലേക്ക് ദൈവജനത്തെ നയിക്കാൻ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം നിസ്സാരമാണ്, ക്ഷണികമാണെന്ന് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ മഹത്വത്തിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. ജോസഫൻ അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതം മുഴുവനായിട്ടും ഒരു ഈശോ സഭ, സന്യാസ സമൂഹം അംഗമെന്ന നിലയിൽ എത്രയോ വിശ്വസ്തയോടുകൂടി വിശുദ്ധ ഇഗ്നേഷ്യസ് ദേവോയുടെ തീഷ്ണതയോടുകൂടി തന്നെ ഈശോയെ സ്നേഹിക്കുകയും വലിയൊരു പ്രേക്ഷിതനായി മിഷണറിയായിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. നമുക്ക് പ്രത്യേകമായിട്ട് ജോസഫിനെ നോക്കാം. ആ ശരീരത്തിൽ, യേശുവിൻ്റെ ആ ശരീരത്തിൽ പൗരോഹിത്യമെന്ന അംഗമാകുവാൻ, അവയവമായി തീരാൻ പ്രത്യേകമായി
ക്ഷണിച്ചു. അതിൽ വിശ്വസ്തയോടുകൂടി ഒരു നൂറ്റാണ്ട് ജീവിച്ച് പൗരോഹിത്യത്തിൽ ധന്യമായ ജീവിതം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം നിത്യതയിൽ കടന്നുപോയി. ദൈവത്തിനെ സ്നേഹിച്ച വലിയ വ്യക്തിത്വം നമുക്ക് പ്രത്യേകമായിട്ട് കൃതജ്ഞതയോടും നന്ദിയോടുകൂടി ഓർക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജോസഫിനുള്ളപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. ജോസഫിൻ കടന്നുപോയപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശൂന്യത ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും നിത്യതയിലേക്ക് കടന്നു പോകേണ്ടവരാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിജയം വരിക്കുന്നവർക്ക് ഞാൻ സമ്മാനങ്ങൾ നൽകും എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ട്. 7 പ്രത്യേകമായ സമ്മാനങ്ങളാണ് വിജയം വരിക്കുന്നവർക്ക് നൽകുന്നത്. അവർക്ക് വെള്ളവസ്ത്രം നൽകും. വിജയം വരിക്കുന്നവർ ഈ ലോകത്തിൽ മാമോദീസ സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തിൻ്റെ വലിയ പ്രേക്ഷിതരായി ജീവിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അവർക്ക് ഞാൻ വെള്ളവസ്ത്രം നൽകി അവരെ ബഹുമാനിക്കും. അവർക്ക് പ്രത്യേകമായിട്ട് ഞാനൊരു വെള്ളക്കല്ല് നൽകും. അവരുടെ നാമം കൊത്തിയിരിക്കും. വിജയം വരിക്കുന്നവർക്ക് ഒരു വെള്ളക്കല്ല് നൽകും. അവർക്ക് പ്രത്യേകമായ നാമം അതിൽ കൊത്തിയിട്ടുണ്ടാകും. വിജയം വരിക്കുന്നവർക്ക് കിരീടം നൽകും. ആ കിരീടം അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഞാൻ എൻ്റെ വലതുവശത്ത് ഇരിക്കും. അപ്പോൾ വിജയം വരിക്കുന്നവരെ ഞാൻ വലതുവശത്ത് ഇരുത്തും. എന്നോടുകൂടെ വിജയം വരിക്കുന്നവർക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരവും ഞാൻ പ്രത്യേകമായി നൽകും. വിജയം വരിക്കുന്നവരെ ഒരു സ്തംഭമായിട്ട് ഞാൻ മാറ്റും. വിജയം വരിക്കുന്നവർക്ക് അവർക്ക് അധികാരത്തിൻ്റെ ചിഹ്നം തന്നെ ഞാൻ നൽകും. വിജയം വരിക്കുന്നവർക്ക് ഞാൻ വാദ്യോപകരണങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് വാദ്യോപകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ പരിശുദ്ധമെന്ന് പാടുന്ന മാലാഖമാരോടൊപ്പം ചേരുമ്പോൾ അത് പളുങ്ക് കടൽ എന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫിന് 7 സമ്മാനങ്ങൾ, അവിടുത്തെ വാഗ്ദാനം ചെയ്ത 7 സമ്മാനങ്ങളും അദ്ദേഹത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പിക്കാം. അച്ഛന് നിത്യതയിൽ ഈശോയോടൊപ്പമാണ്. അവിടെ നമുക്ക് അനുഭവിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ജീവിതം സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. അവിടുത്തെ ജോസഫിൻ്റെ അസാന്നിധ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ലെങ്കിലും ആ സാന്നിധ്യം നമ്മെ എപ്പോഴും ശക്തിപ്പെടുത്തും. അവിടുത്തെ അവർക്ക് സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യം വഴി ധാരാളം അനുഗ്രഹം ഈശോസഭ സന്യാസ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇനി ഒരു ദിവസം കുർബാന അർപ്പിക്കുന്നതിനും ശുശ്രൂഷകൾ എല്ലാം ക്രമീകരിക്കുന്നതിനും എല്ലാ സഹായം ചെയ്തെന്ന സുപ്പീരിയർസിനോടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ദിവസത്തിന് വേണ്ടി